ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരു പഴയ മോഡൽ ഡോഡ്ജ് ചാർജർ ഉണ്ടാക്കിയെടുത്താണ്. കണ്ടോ, നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമയിലൊക്കെ ഉള്ള കാറാട്ടത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് നേരെ വീട്ടിലേക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കാം. എന്നിട്ട് ആ പേപ്പറിൽ നമ്മൾ വണ്ടിയുടെ സൈഡ് ഭാഗം ഇങ്ങനെ വരച്ചെടുക്കുക, എന്നിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. രണ്ടെണ്ണം ഇങ്ങനെ മുറിച്ചെടുക്കുക. കണ്ടോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു നീളത്തുള്ള പീസ് എടുക്കുക. ആ പീസിൽ നമ്മൾ ഇങ്ങനെ ലൈൻ ഇങ്ങനെ വരച്ചെടുക്കണം. ഈ വരച്ചതിന് അളവ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയുടെ ബോണറ്റാണ് ഫസ്റ്റ് ലൈൻ വരച്ചത്. കണ്ടോ, അതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്, പിന്നെ മുകൾ ഭാഗം, പിന്നെ ബാക്കിലത്തെ ഗ്ലാസ്, പിന്നെ ബാക്കിലത്തെ ഈ സംഭവം. കണ്ടോ, ഇങ്ങനെയാണ് ഈ ലൈൻ വരച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകൾ ഭാഗം ഇല്ലേ, അവിടെ നിന്ന് ഇതിങ്ങനെ രണ്ട് നീക്കിയിട്ട് മുകളിലോട്ട് ലൈൻ വരച്ച് വയ്ക്കുക. രണ്ട് സൈഡിലും. കണ്ടോ, ഇങ്ങനെ അതൊന്ന് മുറിച്ചെടുക്കാം. കണ്ടോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് ആ കാറിൻ്റെ ഷേപ്പിൽ അങ്ങനെ മടക്കി കൊടുക്കാം ലൈനുമേ. അപ്പോൾ കറക്റ്റ് അളവിൽ കിട്ടൂട്ടാ. കണ്ടോ, എന്നിട്ട് ഇതെടുത്ത് ഇതിങ്ങനെ ചൊട്ടിച്ചെടുക്കാം. കണ്ടോ, അങ്ങനെ തന്നെ അപ്പുറത്തെ ഭാഗം അപ്പുറത്തെ ചൊട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ അതുകൂടി സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മുടെ ഫ്രണ്ടിലത്തെ ഗ്രില്ലും പിന്നെ ഹെഡ്ലൈറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ടത്. കണ്ടോ, അത് നമ്മൾ ഇവിടെ ചൊട്ടിച്ചെടുക്കാം. അതുകൊണ്ട് വേറൊരു ചെറിയ നീളത്തിലുള്ള പീസ് എടുത്തിട്ട് ആ ഇപ്പോൾ വെച്ചാൽ സാധനത്തിൻ്റെ അടിയിൽ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇത് കണ്ടിങ്ങനെ. അതുകൊണ്ട് നമ്മളൊരു മിറർ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ, സൈഡ് മിറർ. അത് നമ്മൾ ഈ സൈഡിൽ വെച്ച് ഒട്ടിച്ചെടുക്കാം. അതുകൊണ്ട് നമ്മളൊരു ബ്ലാക്ക് പെയിൻറ്റും വൈറ്റൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. അതുകൊണ്ട് നമ്മൾ ചെറിയ പേപ്പർ റൗണ്ടിലാക്കി മുറിച്ചെടുത്തതാണ് കേട്ടോ ഇങ്ങനെ. അത് നമ്മൾ ഈ ഹെഡ്ലൈറ്റ് വെക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ അകത്ത് ഒരെണ്ണം വയ്ക്കുക, അതുകൊണ്ട് അടുത്തും വയ്ക്കുക. രണ്ടെണ്ണം അട്ടർ സൈഡിൽ വെക്കണേ. ഇങ്ങനെ തന്നെ ഇപ്പുറ സൈഡിലും വയ്ക്കുക. വേണ്ട, അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ പണി കഴിഞ്ഞിട്ട് അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിലത്തെ ലൈറ്റിന് വേണ്ടി ഇങ്ങനെ ഒരു ഷേപ്പിൽ റെഡ് കളർ പെയിൻ്റ് അടിച്ച് എടുത്തന്നെ കേട്ടോ. കണ്ടോ, അത് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ചൊട്ടിച്ചെടുക്കാം. അതുകൊണ്ട് നമ്മൾ 4 ടയർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പേപ്പർ റോൾ ചെയ്തെടുത്തത്. അതിനകത്തേക്ക് രണ്ടെണ്ണത്തിൽ ടൂത്ത് പിക്ക് ഇറക്കണം. അതിൻ്റെ ഇങ്ങനത്തെ ഒരു നീളത്തിലുള്ള കാർബണിൻ്റെ പീസ് എടുക്കാം. അതിനകത്തേക്ക് 2 പേപ്പർ റോളാക്കിയിട്ട് 2 ഇപ്പുറത്ത് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ നേരത്തെ ആ ടൂത്ത് പിക്ക് വെച്ച ടയറില്ലേ, ആ ടയർ എടുത്തിട്ട് ഇതിങ്ങനെ ഈ പേപ്പറിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് അടുത്ത ടയറിൽ അപ്പുറത്ത് വെച്ച് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ തന്നെ അപ്പുറത്തെ ഭാഗം ചെയ്യാം. ഞാനിങ്ങനെ നമ്മുടെ ടയർ ശരിയായിട്ട് കിട്ടാം. ഒരു ടയറിൽ നമ്മൾ പെയിൻ്റ് അടിച്ച് പേപ്പർ കൊണ്ട് തന്നെ ഒരു വീൽ കപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എന്നിട്ട് ആ ഭാഗത്ത് നമ്മൾ നേരെ വണ്ടിയുടെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടിയുടെ എൻജിൻ്റെ ഭാഗമില്ലേ, ആ സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫ്രണ്ടിൽ ചൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയോടെ ചെയ്യാൻ നമ്മുടെ വണ്ടിയുടെ പണി മൊത്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാട്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സാധനമാണ് നമ്മുടെ. അപ്പോൾ നമുക്ക് അടുത്തിട്ട് കാണാം.